പത്തനംതിട്ട ചിറ്റാറിൽ CPM സമരത്തിനെത്താത്തതിൽ തൊഴിലുറപ്പ് തൊഴിൽ നിഷേധിച്ചതായി പരാതി. തങ്കമ്മ എന്ന വീട്ടമ്മയ്ക്കാണ് തൊഴിൽ സ്ഥലത്ത് വിലക്ക് നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെതിരെ CPM നടത്തിയ സമരത്തിൽ പങ്കെടുക്കാൻ തങ്കമ്മ പോകാത്തതിനാലാണ് നടപടി. തങ്കമ്മ ചിറ്റാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഗോകുൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ടയിൽ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലുറപ്പ് നയത്തിനെതിരെ CPM ഇന്നലെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജില്ലയിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളോടൊക്കെ നിർബന്ധമായിട്ടും ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കണമെന്നുള്ളൊരു തിട്ടൂരം CPMൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഇറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പത്തനംതിട്ട ചിറ്റാറിൽ തങ്കമ്മ എന്ന് പറയുന്ന ചിറ്റാർ തെക്കേക്കര സ്വദേശിനിയായിട്ടുള്ള വീട്ടമ്മ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല. തുടർന്ന് ഇന്ന് രാവിലെ തൊഴിലുറപ്പ് പണിക്ക് ചെന്ന വേളയിൽ കൂടെയുണ്ടായിരുന്ന CPM പ്രവർത്തകരായിട്ടുള്ള മറ്റു തൊഴിലാളികൾ ആ തങ്കമ്മ എന്ന് പറയുന്ന വീട്ടമ്മയെ ഇന്ന് പണി ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. കാരണം ഇന്നലെ പ്രതിഷേധത്തിന് വന്നില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് മുതൽ പണിയില്ല എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്നും മാറ്റി വിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആ തങ്കമ്മ അവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവരിപ്പോൾ ചിറ്റാർ പഞ്ചായത്തിന് മുൻപിൽ വന്ന് സമരം ചെയ്യുന്നൊരു സാഹചര്യമാണ്. തങ്കമ്മ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അവരോട് ചോദിക്കാം എന്താണ് കൂടുതൽ സംഭവിച്ചത് എന്താണെന്നുള്ള കാര്യം. അമ്മ, എന്താണ് ഇന്നലെ പ്രതിഷേധത്തിന് പോയില്ല, ഇന്ന് രാവിലെ അവിടെ ചെന്നപ്പോൾ അവരെന്താ പറഞ്ഞു? അവർ പറഞ്ഞത് ഇന്നലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും പറഞ്ഞാ പോയത്, നാളെ പണിക്ക് അങ്ങ് വന്നേക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് തമാശ രീതി ഞാനങ്ങ് കണക്കാക്കിയിട്ടാ രാവിലെ ചോറും കറിയെല്ലാം ആയിട്ട് ഇറങ്ങി പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഓരോ കൂത്തുങ്കോളും വെച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞ് പിന്നെ പണിയുടെ കാര്യം ഫോട്ടോ എടുക്കാനെ കൊണ്ട് എല്ലാവരും ഒരുങ്ങി. ഇപ്പം എന്നെ മാത്രം വിളിച്ചില്ല, മറ്റുള്ളവരെല്ലാം ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഇച്ചിരി ഒഴിഞ്ഞ് നിന്നപ്പം വേറെ ഒരുത്തി എന്നോട് വന്ന് പറഞ്ഞു വാടി ഫോട്ടോ എടുക്കാൻ തുടങ്ങുമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഞാൻ അവിടെ നിന്ന് ചോറും കറി എല്ലാം ആയിട്ട് ഞാനിവിടെ വന്നത്. ഞാൻ ഓർത്ത് സാറന്മാരോട് ഒന്ന് പറയാമെന്ന് ഓർത്താണ് വന്നത്. അവിടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ CPM പ്രവർത്തകരായിട്ടുള്ള മൊത്തം പേര് ഞാൻ മാത്രമേ ഉള്ളൂ BJP-ക്കാർ. എന്നോട് പലരും ചോദിച്ചു നീ എന്തിനാണ് BJP-ക്കാർ ഇതിനകത്ത് പണിക്ക് വന്നെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തല്ലല്ലോ ഇവിടെ പണിയിപ്പിക്കുന്നത്. അത്രയും ഞാൻ മറുപടിയും പറഞ്ഞു. അവിടെ സമരത്തിന് ചെല്ലണമെന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എല്ലാവരും നിർബന്ധമായിട്ട് പങ്കെടുക്കണം പറഞ്ഞായിരുന്നു. എല്ലാവരും ലിസ്റ്റ് എഴുതി. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് എഴുതണ്ട, എൻ്റെ ഈ വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലയെന്ന് പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞു. പിന്നെ അവർ സമരം കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ ചന്ത നിൽക്കുമായിരുന്നു. ഇന്നപ്പോഴാണ് പറഞ്ഞത് അങ്ങ് ഒന്നേരം നാളെ പണിക്കുന്നു. അങ്ങനെ പറഞ്ഞു പോയി. ഇതിന് മുമ്പ് ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മുമ്പും എന്നോട് പറഞ്ഞിട്ടുണ്ട് BJP-ക്കാർ എന്തിനാ ഇവിടെ പണിക്ക് വരുന്നെന്ന് എന്നോട് ചോദിച്ചു. വേറെ എവിടെയെങ്കിലും പണിക്ക് പോകത്തില്ലായിരുന്നു ചോദിച്ചു. ഈ രായ സാറ് ഓഫീസിൽ നിന്ന് എന്നെ ഇവിടെ തെക്കക്കാർ പണിക്ക് വിട്ടതും 86 പോകുന്നത് ദൂരെ കൂടുതലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഇവിടെ പോയാൽ മതി, പണിയും കഴിഞ്ഞ് വരുമ്പോൾ നേരെ സന്ധ്യയാകും, ദൂരെ കൂടുതലായിട്ട് ഇവിടെ പോയാൽ മതി. ഞാൻ ഇവിടെ സാറന്മാരെന്നെ ഇവിടെ ആക്കിയത്. അന്ന് തൊട്ടേ ഓരോന്നും പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കും. ആകെപ്പാടുള്ള ആശ്രയം ഈ ഒരു ജോലിയാണല്ലേ തൊഴിൽ? അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ തേച്ച് മണക്കാനൊക്കെ പോകായിരുന്നു. ഇപ്പം പോകത്തില്ല, തലയ്ക്കകത്ത് വേദനയൊക്കെ ഉണ്ട്, അതിനും പോകത്തില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? ആരുമില്ല. എന്തായാലും അതാണ് ഈ തങ്കമ്മ എന്ന വീട്ടമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവമാണ്. CPM പ്രവർത്തകരുടെ കാടത്തമാണ്. അല്ലെങ്കിൽ തൊഴിൽ നിഷേധിക്കാൻ അവർക്ക് എന്ത് അവകാശം? CPMൻ്റെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടമ്മയ്ക്ക് തൊഴിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെള്ളരിക്ക പട്ടണത്തിനേക്കാൾ സമാനമായിട്ടുള്ളൊരവസ്ഥയാണ് പത്തനംതിട്ട ചിറ്റാറിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അമ്മയ്ക്ക് നീതി വേണം, അവർക്ക് തൊഴിൽ വേണം. അവർക്ക് ആകെ ആശ്രയം ഈ തൊഴിലുറപ്പ് കൂലിയാണ്. അത് അവർക്ക് നിഷേധിക്കപ്പെടുന്നത് വലിയ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. പത്തനംതിട്ട ചിറ്റാറിൽ നിന്നും അജയൻ നായർക്കൊപ്പം ഗോകുൽ രമേശ്, ജനം.